കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഈശോ ജീവനോടെയുള്ള. ആ കൊച്ചു പറഞ്ഞു, കാല് മുറിക്കുന്ന തൊട്ട് പറഞ്ഞു, എനിക്ക് കാല് മുറിക്കുന്ന വലിയ അണക്കരെ വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടണം, ധ്യാനം കൂടിയിട്ട് മാത്രമേ എൻ്റെ കാല് മുറിച്ചാൽ മതി. അപ്പൊ അങ്ങനെ അവര് സമ്മതിച്ചപ്പോൾ ഇവരുടെ ഒരു അവസാനത്തെ ആഗ്രഹം പോലെ ഒരു കണ്ടു. അങ്ങനെ അപ്പോഴാണ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് എനിക്കറിയാം ഈ ഡോക്ടർ വഴിയാണ് ഇവര് അണക്കര ധ്യാനത്തിനാണ് വരിക. അപ്പൊ അതൊന്നും താമസിക്കാൻ എനിക്ക് മദ്രാസിനെ കണ്ടു. അവിടുന്ന് ഒരു എനിക്കൊന്ന് മധുരയിലുള്ള എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രത്യേകത ഒരു വണ്ടി, ആംബുലൻസ് പോലത്തെ വണ്ടി ക്രമീകരിച്ച് ഹസ്ബൻഡും വൈഫും കൂടെ ഈ അണക്കര വന്നു. ധ്യാനം താമസിച്ചിട്ട് 5 ദിവസം ധ്യാനം കൂടാൻ വേണ്ടി വന്നു. വൈകുന്നേരം 4 മണിക്ക് വന്നു. വലിയ കുഴപ്പമില്ല. പാസം വന്നിട്ട് ഇവര് പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷെ 1 മണിക്കൂറത്തേക്ക് ഈ മകളുടെ കാല് ഭയങ്കര വേദനയൊക്കെ കൂടി. അപ്പൊ ഈ മുറിവുണ്ടായിരുന്നു വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഭയങ്കര ഒഴുകാൻ ദുർഗന്ധമൊക്കെ കൂടി. അപ്പൊ 6 മണി 7 മണിയാകുമ്പോഴത്തേക്കും ആള് ഭയങ്കര ടയർഡ്. പെട്ടെന്ന് ഇവർക്ക് മനസ്സിലായി സീരിയസ് ആകുക എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ആള് അന്ന് തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഉടനെ അവര് ഹസ്ബൻഡ് ബന്ധുക്കളൊക്കെ വിളിച്ചു. അപ്പൊ ഈ ഡോക്ടറും അവര് കുറച്ച് അവരെ ഉടനെ ആംബുലൻസുമായിട്ട് എത്തി. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ധ്യാനം കഴിഞ്ഞിട്ട്. അപ്പൊ ധ്യാനത്തിന്റെ ഒരു രാത്രി 9 മണിയായപ്പോൾ നമ്മൾ ഡെലിവറി ശുശ്രൂഷയുണ്ട്. ആദ്യം ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂടുതൽ അച്ഛൻ വന്നിട്ടുണ്ട്. മികച്ച ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അവർക്ക് തിരിച്ചു പോവുകയാണ്, അച്ഛൻ ഒന്ന് കണ്ടുവിടാമെന്ന് പ്രാർത്ഥിച്ചുവിടാം. നമ്മൾ തീർച്ചയായിട്ടും കണ്ടുവിടും, തീർച്ചയായിട്ടും ഒരു സീരിയസ് തന്നെ. അപ്പൊ അന്ന് ഞാനിവിടെ നമ്മുടെ നെറ്റിയാറ ചാപ്പലിനോട് ചേർന്നൊരു ചെറിയൊരു മുറി, ഒരു കുമ്പസാരത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു മുറി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടുത്തെ ഫ്രണ്ട് ഭാഗത്തുള്ളൂ, ധ്യാനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ളൂ, മുൻവശത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മകളും ഈ മകളുടെ ഹസ്ബൻഡുണ്ട്, ഈ പറഞ്ഞ 1-2 പേര് വന്നിട്ട് ആംബുലൻസ് പുറത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന മേടിച്ചിട്ട് പോകുക എന്നുള്ള തീരുമാനം. അപ്പൊ ഞാൻ ഈ മകള് കയറി വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഈശോ പറഞ്ഞു ഈ ഹസ്ബൻഡിനെയും എല്ലാവരും മാറ്റി. കാരണം കണ്ടപാടെ പരിശുദ്ധാത്മ പൈശാചിക ശക്തിയുടെ പ്രവർത്തനം. ഇത് രോഗമല്ല, സെന്റിമോണിക് അറ്റാക്ക്. അപ്പൊ ഞാൻ ഈ മകളുടെ തലയിലോട്ട് ചേച്ചി ബന്ധിക്കുന്നു. അപ്പൊ ആ സമയം ഞാനും എൻ്റെ കൂടെയുള്ള പ്രാർത്ഥനയിലുള്ള 2-3 പേര് മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഒരിക്കലും വേറൊരാളും നോക്കി നിൽക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായ സമയമാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഒരു കുരിശ് വെച്ച് പറഞ്ഞു. ഉടനെയും താഴോട്ട് ബോധം കിട്ടു വീണു. 2-3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഹോളി വാട്ടർ തളിച്ചു. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ആള് നേരത്തെ തന്നെ എഴുന്നേറ്റു. കാലുകൾ കർത്താവ് സ്പർശിച്ചു. കർത്താവ് ആ മകൾക്ക് പരിപൂർണമായ. പിന്നെ ഞാൻ അപ്പൊ എന്നോട് പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു വേദന ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് പെർഫെക്റ്റ്ലി ഓക്കെ. കരയാൻ തുടങ്ങി, ഈശോയ്ക്ക് നന്ദി പറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പോകാം, നിൽക്കാം, ഡോക്ടറെ കണ്ടോ, എന്തുകൊണ്ട് ഡോക്ടറിന് തീരുമാനം എടുക്കേണ്ടത് ഞാനിത് പറഞ്ഞു മാത്രം. അപ്പൊ ഞാനതിൽ എൻ്റെ പഠിക്കുകയും പോയി. ഉടനെ ഇവര് പറഞ്ഞു ഞങ്ങൾ ധ്യാനത്തിൽ നിന്ന് പോകുന്നില്ല, ധ്യാനം കൂടാൻ തീരുമാനിച്ചു. ആംബുലൻസുകൾ തിരിച്ചു വിട്ടിട്ട് ഇവളും ഹസ്ബൻഡും കൂടെ 5 ദിവസവും ധ്യാനം, ഒരു ക്ഷീണവും കൂടാതെ ധ്യാനം കൂടി അവസാനം എൻ്റെ അടുത്ത് വെച്ചാൽ ഐ ഫീൽ ടോട്ടൽ ലിബറേഷൻ, ഡെലിവറൻസ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മീ. പക്ഷെ മനുഷ്യന്റെ പുറമെ മനുഷ്യരെപ്പോൾ ഈ ബുദ്ധിയിലെ അന്ധകാരം ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ കരത്തെ കുറിച്ചുള്ള സംശയം ഒത്തിരി കയറി വരും. അതാണ് ഇപ്പോഴും മനുഷ്യന്റെ പ്രശ്നം. പക്ഷെ ധ്യാനം കഴിഞ്ഞ് 2 ഹസ്ബൻഡും വൈഫും ഭയങ്കര ഹാപ്പിയായി തിരിച്ചു വീട്ടിൽ. പക്ഷേ ഡോക്ടർ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞൊരു 3-4 ദിവസം ഞങ്ങൾ ഓപ്പറേഷൻ ആയിരുന്നു, ഇത് ആംപുട്ടേഷൻ. അപ്പൊ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഇങ്ങനെ ദൈവാനുഭവം ഉണ്ടായി, അതുകൊണ്ട് കാലം മുറിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെട്ടു മനുഷ്യൻ. അപ്പൊ ഇവിടെ അവസാനം ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് ഇനി ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ നമുക്ക് സംഘടന അനുസരിച്ച് പ്രിയപ്പെട്ടവരെ അംപുട്ടേഷൻ നടത്തി. ഇവർക്ക് 23-24 വയസ്സ് പ്രായമുള്ളൂ. നല്ലൊരു കുട്ടി, നല്ലൊരു കൊച്ചു, കാലം കുറിച്ചു. പക്ഷെ രസകർച്ചയുടെ അടുത്ത് പറയുമ്പോൾ അത് വലിയൊരു സീരിയസ് കേസാണ്.